ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഡുട്ടുകുട്ടനെയും ബണ്ണിക്കുതിരേനെയും കുളിപ്പിക്കാൻ പോവാണ്. നമ്മുടെ ഈ ബോട്ടിലിട്ടിട്ടാണ് അവരെ കുളിപ്പിക്കുന്നത്. അതിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ അപ്പുസേ, ഞാൻ പോയി സോപ്പ് എടുത്തിട്ട് വരാം. ഓക്കേ. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ഈ സോപ്പ് വെച്ചിട്ടാണ് ഞങ്ങള് അവരെ കുളിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കും തുറന്ന് നോക്കാം. ഇത് കുറെ മുന്നേ മേടിച്ചു വെച്ചതാണ്. അതിൽ കുറെയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തു. അതിൽ ഇനി കുറച്ചുണ്ട്. കണ്ടോ, ഹാർട്ട് ഷേപ്പ്, പിന്നെ ഫ്ലവർ ഷേപ്പ്, സർക്കിൾ, അങ്ങനെ കുറെ ഷേപ്പ് ഉള്ളതാണ്. ഇനി ഞങ്ങള് ഈ ഇതിലിട്ടിട്ടാണ് അവരെ കുളിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ മേലൊക്കെ വെള്ളം ഒഴിച്ച് സൂപ്പറായിട്ട് നമുക്ക് അവരെ കുളിപ്പിക്കാം. അപ്പുസേ അപ്പുസേ, ഞാനേ ഡുട്ടുകുട്ടനെ എടുത്തിട്ട് വരാവേ. നീ ഇവിടെ നിക്ക്. ഡുട്ടു പോന്നോ ഡുട്ടുകുട്ടൻ വന്നേ. ഡുട്ടുകുട്ട, നീ വേഗം വെള്ളത്തിൽ ഇറങ്ങിക്കോ. നിന്നെ ഞങ്ങള് കുളിപ്പിക്കാൻ പോവാണേ. അയ്യോ, ഡുട്ടുകുട്ടൻ എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി? അടാ ഡുട്ടുകുട്ട, സൂപ്പറാണോ വെള്ളത്തിൽ ഇറങ്ങിയിട്ട്? നീ കൊറേ നാളായി കുളിച്ചിട്ട്. ഇവന് മേലക്കോടെ ഇങ്ങനെ വെള്ളം ഒഴിക്കാം. ഷവർ മാതിരി ഇങ്ങനെ ഒന്ന് വെള്ളം ഒഴിക്കാം. സൂപ്പർ. അവന് തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, പാവം. അയ്യോ മീനുസേ, ഇനി നമുക്ക് നമ്മുടെ ബണ്ണിക്കുട്ടനെ കൊണ്ടുവരാം. അവനെ നമുക്കൊന്ന് കുളിപ്പിക്കാം. അവനെ നമുക്ക് വെള്ളത്തിൽ ഇറക്കാം. ബണ്ണിക്കുട്ടൻ പോരട്ടെ. ബണ്ണിക്കുട്ടനും വെള്ളത്തിലിറങ്ങി. എടാ ഡുട്ടു, നീ നിന്നോടാ, അല്ലെങ്കിൽ നിന്നെ അവൻ ഒറ്റ ചവിട്ടും. അങ്ങനെ രണ്ടുപേരുടെ മേത്തക്കോടി നമുക്ക് ഷവർ പോലെ വെള്ളം ഒഴിക്കാം. അയ്യോ, ബണ്ണിക്കുട്ടനും തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, പാവം. മീനുസേ, നമുക്ക് ഇതിന്ന് കുറച്ച് സോപ്പ് എടുക്കാം. ഇതിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിടാം. അതാവും നല്ലത്. എന്നിട്ട് നമുക്ക് ഇവരെ ഇങ്ങനെ ഉരയ്ക്കാം. അപ്പം ആദ്യം നമുക്ക് കപ്പിൽ വെള്ളം എടുക്കാം. ഇതിൽ വെള്ളം എടുക്കാം. എന്നിട്ട് നമ്മളെടുത്ത കുഞ്ഞു സോപ്പില്ലേ, ഷേപ്പുള്ള സോപ്പുകൾ, അതിൽ നിന്ന് 3-4 ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പത വരും. അത് വെച്ച് നമുക്ക് ഡുട്ടുകുട്ടനെ ആദ്യം കുളിപ്പിക്കാം. ഡുട്ടുകുട്ട, നിന്നെയാണ് ഞങ്ങള് തേച്ച് കുളിപ്പിക്കാൻ പോകുന്നേ. ഡുട്ടുകുട്ടൻ കുളിക്കാണ്. അങ്ങനെ ഡുട്ടുകുട്ടൻ സുന്ദരനാവാൻ പോവാണ്. മീനുസേ, ഡുട്ടു കുളിയൊക്കെ കഴിയുമ്പോ സൂപ്പർ ആവുന്ന തോന്നുന്നേ. അയ്യോ, ഡുട്ടുവിന്റെ കണ്ണിലൊക്കെ ആകെ സോപ്പ് പോയി. വെള്ളം ഒഴിക്കാം. പാവം, കണ്ണൊക്കെ എരിഞ്ഞു തോന്നുന്നുണ്ട് മീനുസേ, പാവുണ്ട്. അയ്യോ, വാലുമൊക്കെ ചെളി ഉണ്ടാവും. അവിടെയൊക്കെ തേച്ചൊരച്ച് കുളിപ്പിക്കാം, അല്ലേ ഡുട്ടു? ഇനി ബണ്ണിക്കുട്ടനെ കുളിപ്പിക്കാം. ബണ്ണിക്കുട്ട, നിന്നെ ഞങ്ങൾ കുളിപ്പിക്കാം. ബണ്ണിക്കുട്ട, നല്ല കുട്ടിയായിട്ട് നിൽക്കട്ടാ. എന്നാ നിന്നെ സുന്ദരനാക്കാൻ പോവാണ് ഞങ്ങള്. അടിപൊളിയാവും കുളി കഴിഞ്ഞ. ഡുട്ടു സുന്ദരനായില്ലേ, അതുപോലെ നിന്നെ ഞങ്ങൾ സുന്ദരനാക്കാം. ഇനി മേത്ത് വെള്ളം ഒഴിക്കാം. സോപ്പ് പതയൊക്കെ നമുക്ക് കളയാം. അവിടെ നിൽക്കേ. അങ്ങനെ എന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കാവേ. വെള്ളം ഒഴിക്കാം. അങ്ങനെ ബണ്ണിക്കുട്ടൻ സുന്ദരനായി. അടിപൊളിയായി മീനുസേ, ബണ്ണിക്കുട്ടൻ സൂപ്പർ. ഇനി നമ്മുടെ ഡുട്ടു കൊണ്ടുപോടാ. ഡുട്ടു വെള്ളത്തിലായിരുന്നു അല്ലേ? എത്ര നേരം വെള്ളത്തിലായിരുന്നു ഡുട്ടു. നമുക്ക് സൂപ്പറായിട്ട് റെഡിയാവാം. ബണ്ണിക്കുട്ട, ഇനി നമുക്ക് തുടച്ചാലോ? വെള്ളമൊക്കെ തുടച്ച് സൂപ്പറാവാം, അല്ലേ ബണ്ണി? അടിപൊളിയായി എന്തായാലും ബണ്ണി. അടിപൊളി, ചെളിയൊക്കെ പോയി സുന്ദര കുട്ടപ്പനായി എൻ്റെ ബണ്ണിക്കുട്ട. പോരട്ടെ, ഡുട്ടുവിനെ തുടയ്ക്കാം. ഡുട്ടുവിനെ ആകെ താഴ്ന്നിട്ട്, അയ്യോ പാവം, അങ്ങനെ പൊതിഞ്ഞു വെക്കാൻ ഡുട്ടുവിനെ. അയ്യോ, പൊതിഞ്ഞു വെക്കുമ്പോ ഡുട്ടുവിനെ കാണാൻ എന്തൊരു രസാലേ മീനുസേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അയ്യോ പാവം. ഇനി നമുക്ക് ഇതിങ്ങനെ തലയോടെ ഇങ്ങനെ വെച്ചാലോ? അയ്യോ, സൂപ്പറായി എന്തായാലും ഡുട്ടു നിന്നെ കാണാനായിട്ട്. അടിപൊളി, നല്ല രസമായി രണ്ടുപേരെയും കാണാനായിട്ട്. നോക്ക് മീനുസേ, രണ്ടുപേരും സൂപ്പറായിട്ട് നിക്കണ. എന്തായാലും ഡുട്ടു അടിപൊളിയായി, അല്ലേ മീനുസേ? ബണ്ണിക്കുട്ടനും സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി, അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്